നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ ഡീൻ കുര്യാക്കോസ് സ്ഥാനാർത്ഥി പര്യടനവുമായി എത്തിയപ്പോൾ ആവേശമുണർത്തുന്ന സ്വീകരണമാണ് എവിടെയും ലഭിച്ചത്. മണക്കാട് നിന്നും ആരംഭിച്ച പര്യടനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ആത്മാർത്ഥ ശ്രമം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി LDF ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. തൊടുപുഴയിൽ ഉത്സവം 6 ദിവസം പിന്നിടുമ്പോൾ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ക്ഷേത്ര നഗരിയിൽ. ഭഗവാന്റെ ഒരു നേരത്തെ പ്രസാദം കഴിക്കുവാൻ ഉച്ചയ്ക്കും രാത്രിയിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. കേരള സ്റ്റോറി മുസ്ലിം വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കേരള വിരുദ്ധ സിനിമയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഈ സിനിമ യാതൊരുവിധ കലാമേന്മയില്ലാത്ത ചവറാണെന്നും ഇടുക്കിയിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കൃഷിയും ജീവിതത്തിന്റെ ഭാഗമാക്കി ഇടുക്കി ക്രൈംബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ. ജോലി പോലീസിലാണെങ്കിലും കാർഷിക രംഗത്തും തന്റെ ആത്മാർത്ഥതയും കരുത്തും തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം മടിയൂർ സ്വദേശി OE മുഹമ്മദ്. വാർത്തകൾ വിശദമായി. സ്വന്തം തട്ടകമായ തൊടുപുഴയിൽ ഡീൻ കുര്യാക്കോസ് സ്ഥാനാർത്ഥി പര്യടനവുമായി എത്തിയപ്പോൾ ആവേശമുണർത്തുന്ന സ്വീകരണമാണ് എവിടെയും ലഭിച്ചത്. മണക്കാട് നിന്നും ആരംഭിച്ച പര്യടനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. 5 വർഷം മുൻപ് ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്തം 100% സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിച്ചതായും നൽകിയ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്നും സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. സ്വന്തം തട്ടകമായ തൊടുപുഴയിൽ ഡീൻ കുര്യാക്കോസ് സ്ഥാനാർത്ഥി പര്യടനവുമായി എത്തിയപ്പോൾ ആവേശമുണർത്തുന്ന സ്വീകരണമാണ് എവിടെയും ലഭിച്ചത്. മണക്കാട് നിന്നും ആരംഭിച്ച പര്യടനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നടപടികൾക്കെതിരെയുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ്. ഇടുക്കി പാക്കേജ് ഇന്ന് ജലരേഖയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ചരിത്ര ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് PJ ജോസഫ് MLA പറഞ്ഞു. ഇടുക്കി പാക്കേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ജലരേഖയായി മാറിയിരിക്കുന്നു. വാഗ്ദാന ലംഘനങ്ങളുടെ നീണ്ടൊരു പട്ടികയാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ജനങ്ങളെ ചെയ്തിരിക്കാനുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യും. ഒരു ജനാധിപത്യ സംവിധാനം ഇന്ത്യ മുന്നണി നേതൃത്വം ഉണ്ടാകുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ദീർഘമായൊരു പ്രശ്നത്തിന് മുതിർന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തിന് ശ്രീ ഡീൻ കുര്യാക്കോസിനെ വിജയിപ്പിക്കണം. അതിനേക്കാൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ജാഥ ഉദ്ഘാടനം ചെയ്തതായിട്ട് 5 വർഷം മുമ്പ് ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം 100% സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിച്ചതായും നൽകിയ പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്നും സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ എനിക്ക് നൽകിയ ആത്മാർത്ഥമായ പിന്തുണയ്ക്കും സഹായ സഹകരണങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഞാൻ ചുവടെടുത്തു വെച്ചത് ഈ തൊടുപുഴയുടെ മണ്ണിൽ നിന്നാണ്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു സാധാരണ പ്രവർത്തകനായി തുടക്ക കാലഘട്ടം മുതൽ മുൻപോട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകിയ, എന്നെ പിന്തുണച്ച് എന്നോടൊപ്പം നിന്ന് എന്നെ കൂടെ നടത്തി മുൻപോട്ട് നയിച്ച തൊടുപുഴയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വവും സർവോപരി ഈ നാട്ടിലെ ജനാധിപത്യ മതേതര ചേരിയിൽ അടിയുറച്ച വിശ്വാസവുമായി നിൽക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന ആളുകൾ, അവരുടെ എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങളാണ്, സ്നേഹാശ്ലേഷങ്ങളാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് എല്ലാവിധത്തിലും എന്നെ മുന്നോട്ട് നയിച്ചു. പെട്ടിമുടിയിലും കൊക്കയാറിലും കൊടിയത്തൂരിലും ദുരന്തമുഖത്ത് സേവകനായി, രക്ഷകനായി, ആശ്വാസമായി ആദ്യമെത്തി അവസാനം വരെ കൂടെ നിന്ന ഡീൻ കുര്യാക്കോസിനോട് മലയോര ജനത കടപ്പെട്ടിരിക്കുന്നുവെന്നും ജനജീവിതം ദുസ്സഹമാക്കിയ ഇടത് സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകും ഈ തിരഞ്ഞെടുപ്പെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ പറഞ്ഞു. UDF നിയോജക മണ്ഡലം ചെയർമാൻ AM ഹാരിദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്, ജോസി ജേക്കബ്, ജോസഫ് ജോൺ, സുരേഷ് ബാബു, രാജു മുണ്ടക്കാട്ട്, MN ഗോപി, നിഷ സോമൻ, ജോൺ നെടിയപാല, മനോജ് കോക്കാട്ട്, ജോയി മൈലാടി, NI ബെന്നി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം സംഘർഷവുമായി ബന്ധപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്
കോതമംഗലം പോലീസ് സ്റ്റേഷനിലും തുടർന്ന് കോടതിയിലും ഹാജരായി ജാമ്യമെടുത്തു. കാഞ്ഞിരവേലിയിൽ വീട്ടമ്മയെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ച സംഭവത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തത്. ജനകീയ സമരങ്ങളോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ് പോലീസിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണാൻ കഴിയുകയെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കോതമംഗലം സംഘർഷവുമായി ബന്ധപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോതമംഗലം പോലീസ് സ്റ്റേഷനിലും തുടർന്ന് കോടതിയിലും ഹാജരായി ജാമ്യമെടുത്തു. കാഞ്ഞിരവേലിയിൽ വീട്ടമ്മയെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ചതിനാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തത്. പോലീസ് വാഹനം തകർത്തതായി ആരോപിച്ച് മുഹമ്മദ് ഷിയാസിനെ ഒന്നാം പ്രതിയാക്കിയെടുത്ത കേസിൽ മുഹമ്മദ് ഷിയാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ബോധിപ്പിച്ച് അറസ്റ്റ് ചെയ്യരുതെന്ന ഉത്തരവ് നേടിയിരുന്നു. ഈ കേസിലാണ് ഈ മാസം 2-ാം തീയതി ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ജാമ്യ വ്യവസ്ഥ പ്രകാരം ഒരാഴ്ചയ്ക്കകം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. ഹൈക്കോടതി ഉത്തരവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഹാജരാകുന്ന സമയം അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അന്നേ ദിവസം കോടതിയിൽ ഹാജരാക്കാനും കോടതിയിൽ ഹാജരാക്കുന്ന സമയം പ്രതിയെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും നിർദ്ദേശമുള്ളതിനാൽ പ്രതിയെ ഹാജരാക്കിയ സമയം അഡ്വക്കേറ്റ് PSA കബീർ മുഖാന്തരം അപേക്ഷ നൽകി കോടതിയിൽ നിന്നും റിലീസാവുകയും ചെയ്തു. ഈ 363, 364, 365 ഒരു ക്രൈമില് ഷിയാസ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന സമയത്താണ് 366 ക്രൈം പോലീസ് എടുക്കുന്നത്. അത് ഈ വാഹനം ഓടിച്ചിരുന്ന നെടുങ്കപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. ആ മൊഴിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കണ്ടാൽ അറിയാവുന്ന 3 പേരിൽ ഒരാള് വാഹനത്തിന്റെ താക്കോൽ മോഷ്ടിച്ചുകൊണ്ട് പോയി, ബാക്കി 2 പേര് വാഹനം അടിച്ചു പൊളിച്ചു. എന്നാൽ ക്ലിയർ ആയിട്ട് മൊഴി പറയുന്നുണ്ട് ആ സമയത്ത് ഷിയാസ് ആ കേസിൽ പ്രതിയല്ല. അതിനുശേഷം പിന്നീട് അത് ഷിയാസ് പ്രേരിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാക്കിയാണ് ഷിയാസിനെ കേസിൽ കുടുക്കിയത്. അത് ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതിയിൽ വരുമ്പോഴും അതിന്റെ വാദം നടക്കുമ്പോഴും കോടതി തന്നെ അത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് പോകും എന്നുള്ളത് അവിശ്വസനീയമാണ്. അതുകൊണ്ട് പോലീസിനെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടാകാനുള്ള രീതികളുണ്ട് എന്നുള്ളത് വാക്കാൽ കോടതി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യാതൊരു ഉപാധികളുമില്ലാതെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ജനകീയ സമരങ്ങളോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ് പോലീസിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണാൻ കഴിയുന്നതെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഞാൻ പോലീസിന്റെ വാഹനം തകർത്തു, ആ വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞ് കള്ളക്കേസ് എടുക്കുകയും ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും നമുക്ക് ചെയ്തിരിക്കുകയാണ്. അതിനപ്പുറത്ത് ഒരു കേസിൽ തന്നെ സമാനമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി 4 കേസുകൾ എടുത്ത് 4 ജാമ്യമില്ലാത്ത ഒപ്പിട്ട കേസെടുത്ത പോലീസാണ് കോതമംഗലത്തെ പോലീസ്. പോലീസ് ഒരു വാശിയോടുകൂടി വൈരാഗ്യത്തോടു കൂടി സമരം ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലും ജയിലിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോലീസ് പെരുമാറിയതെന്ന്. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട കോതമംഗലത്തെ മുനിസിപ്പൽ മജിസ്ട്രേറ്റും ആ കാര്യങ്ങളിൽ കൃത്യമായ അവബോധം അവർക്കുള്ളത് കൊണ്ട് തന്നെ അന്ന് തന്നെ നമുക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി പോലീസുകാർ ഈ പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ആലുവ റൂറൽ SPയും ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി അന്ന് എത്തിച്ചേർന്നു. പക്ഷേ കോടതിയുടെ ഇടപെടൽ അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് കൊണ്ടുപോയില്ല. ഈ ജനകീയ സമരങ്ങളോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ് പോലീസിന്റെ ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ദിരാബയുടെ മരണത്തിന് ശേഷം വീണ്ടും 2 മരണം കൂടി ഈ പ്രദേശത്ത് നടക്കുകയുണ്ടായി. നിരവധി ആളുകളുടെ കൃഷിഭൂമികൾ നശിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പൊ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവുമില്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടമായിട്ട് പോലും ജനങ്ങളോടൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന പോലീസിന്റെ സമീപനവും സർക്കാരിന്റെ സമീപനവുമാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ആത്മാർത്ഥ ശ്രമമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി LDF ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. സ്ഥാനാർത്ഥിയുടെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ സ്വീകരണ പ്രചരണ പരിപാടിക്ക് നൽകിയ സ്വീകരണത്തിന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ എളംപ്ലാശ്ശേരിയിൽ മറുപടി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പര്യടനം മാമലക്കണ്ടം എളംപ്ലാശ്ശേരിയിൽ LDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ MV രാജൻ അധ്യക്ഷതയിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ആത്മാർത്ഥ ശ്രമം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. സ്ഥാനാർത്ഥിയുടെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ സ്വീകരണ പ്രചാരണ പരിപാടിക്ക് നൽകിയ സ്വീകരണത്തിന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ എളംപ്ലാശ്ശേരിയിൽ മറുപടി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു ജോയ്സ് ജോർജ്. ആ ഉത്തരവാദിത്വവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ആ പദവിയുടെ സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് നമ്മൾ ആ ഘട്ടങ്ങളിലൊക്കെ നടത്തിയത്. അതിൻ്റെ ഭാഗമായി നമുക്ക് റോഡ് പണിയാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ, ഞാൻ എല്ലാ വിഷയങ്ങളിലേക്കും പോകുന്നില്ല. ഇപ്പോൾ നമ്മളുടെ വന്യജീവി ആക്രമണം ഉണ്ടാകുകയാണ്.
അപ്പോൾ ഇവിടെ കടുവയിറങ്ങിയത് ഉൾപ്പെടെയുള്ള ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു എന്ന അവകാശവാദം എനിക്കില്ല. സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പര്യടനം ഉദ്ഘാടനം മാമലക്കണ്ടം എളമ്പളശ്ശേരിയിൽ LDF ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ MV രാജന്റെ അധ്യക്ഷതയിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് നിർവഹിച്ചു. ആന്റണി ജോൺ MLA, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R അനിൽകുമാർ, ഏരിയ സെക്രട്ടറി KA ജോയ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗം EK ശിവൻ, താലൂക്ക് സെക്രട്ടറി PT ബെന്നി, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് NC ചെറിയാൻ, ജനതാദൾ S ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി, NCPS സെക്രട്ടറി TP തമ്പാൻ, കേരള കോൺഗ്രസ് സ്കറിയ നിയോജക മണ്ഡലം സെക്രട്ടറി ഷാജി പീച്ചക്കര, കേരള കോൺഗ്രസ് B പ്രസിഡന്റ് ബേബി പൗലോസ്, കോൺഗ്രസ് S പ്രസിഡന്റ് സാജൻ അമ്പാട്ട്, LDF നേതാക്കളായ KK ശിവൻ, റഷീദ സലീം, KK ദാനി, നേതാക്കളായ PN കുഞ്ഞുമോൻ, CPS ബാലൻ, CK ഹരികൃഷ്ണൻ, TC ജോയ്, CP മുഹമ്മദ്, ജിജി പുളിക്കൽ, മനോജ് നാരായണൻ, KP ജയകുമാർ, PM ശിവൻ, ഷിബു പടപ്പറമ്പത്ത് തുടങ്ങിയവർ വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. ഹൈസ്കൂൾ ജംഗ്ഷൻ, ബാങ്ക് ജംഗ്ഷൻ, താലിപ്പാറ, ആലിൻചുവട്, പന്തപ്ര, പിണവൂർക്കുടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ സ്ഥാനാർത്ഥിയെ പൂക്കൾ നൽകിയും ഷോൾ അണിയിച്ചും സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഉത്സവം 6 ദിവസം പിന്നിടുമ്പോൾ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ക്ഷേത്ര നഗരിയിൽ. ഭഗവാന്റെ ഒരു നേരത്തെ പ്രസാദം കഴിക്കുവാൻ ഉച്ചയ്ക്കും രാത്രിയിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. അന്നദാനത്തിൽ പങ്കെടുത്ത് ഭഗവാനെ തൊഴുത് ഭക്തിപൂർവ്വം അവർ മടങ്ങുന്നു. ഉത്സവം ഭംഗിയായി നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്ര ഭാരവാഹികളും ഉത്സവ കമ്മിറ്റിയും ക്രമീകരിച്ചിട്ടുണ്ട്. തൊടുപുഴ പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ മുന്നറിയിപ്പ് ഭക്തജനങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, മുനിസിപ്പൽ ഭരണസമിതിയും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി വരുന്നു. മുസ്ലിം വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, കേരള വിരുദ്ധ സിനിമയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ സംവിധാനം പ്രയോജനപ്പെടുത്തിയത് ശരിയായില്ല. മുൻപിത് പ്രദർശിപ്പിച്ചപ്പോൾ ആരും കാണാൻ പോയില്ല. ഈ സിനിമ യാതൊരുവിധ കലാമേന്മയില്ലാത്ത ചവറാണെന്നും ഇടുക്കിയിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സ്റ്റോറി മുസ്ലിം വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, കേരള വിരുദ്ധ സിനിമയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. യാതൊരുവിധ കലാമേന്മയുമില്ലാത്ത ചവറാണെന്നും നിരോധിക്കണമെന്ന അഭിപ്രായമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ സംവിധാനം പ്രയോജനപ്പെടുത്തിയത് ശരിയായില്ലെന്നും മുൻപ് ഈ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ ആരും കാണാൻ പോയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് മുമ്പുള്ളതാണ്. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധം. ഈ 3 ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവുമില്ലാത്ത RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാർത്തകൾ പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള സിനിമയാണ്. ഒരു സാമൂഹികമോ സാംസ്കാരികമോ ഈ കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല കേരള. ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് CPIM എതിർത്തത്. ചിത്രം പ്രദർശിപ്പിക്കുവാനുള്ള രൂപതയുടെ തീരുമാനം എന്തിനാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്, അവർ ആലോചിക്കേണ്ടതാണ്. കാണേണ്ട കാര്യമില്ല എന്നതാണ് CPIMന്റെ നിലപാട്. ആരെങ്കിലും പറയുന്നതിനോട് പ്രതികരിക്കേണ്ടതില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അനുദിനം വികസിക്കുന്ന തൊടുപുഴയ്ക്ക് രാജകീയ ഭാവങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ്. പ്രശസ്ത ചലച്ചിത്ര താരം സമാന്ത ഉദ്ഘാടനം ചെയ്ത മധ്യ കേരളത്തിലെ വിസ്മയമായി മാറിക്കഴിഞ്ഞ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് റംസാൻ വിഷു ആഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കാൻ ഈ സീസണിലെ ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. മധ്യ കേരളത്തിലെ വിസ്മയമായി മാറിയ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിൽ റംസാൻ വിഷു ആഘോഷങ്ങളോടനുബന്ധിച്ച് ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. തൊടുപുഴയുടെ മനസ്സറിഞ്ഞ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് രാജകീയ പ്രൗഢിയോടെ 65,000 സ്ക്വയർ ഫീറ്റിൽ സമാനതകളില്ലാത്ത പുതുമകളോടെയാണ് തൊടുപുഴയിൽ പ്രവർത്തനം നടത്തിവരുന്നത്.
പുതിയ കളക്ഷനുകൾ ഓരോ ദിവസവും എത്തിച്ച് ഉപഭോക്താക്കളുടെ മനസ്സ് നിറയ്ക്കുകയാണ് മഹാറാണി. വിവാഹ പർച്ചേസുകൾക്കായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫെസ്റ്റിവൽ സീസൺ മാത്രമല്ല, മറ്റേത് ആഘോഷങ്ങൾക്കുള്ള വസ്ത്രങ്ങളും തൊടുപുഴയിൽ എത്തിക്കുക എന്നതാണ് മഹാറാണിയുടെ ലക്ഷ്യം. മുഹൂർത്തം സിൽക്ക്, ഗ്രൂം സ്റ്റുഡിയോ, ബ്രൈഡൽ വെഡിംഗ് സ്റ്റുഡിയോ, കസ്റ്റമർ ലോഞ്ച്, കിഡ്സ് പ്ലേ ഏരിയ, ഓൾട്രേഷൻ അസിസ്റ്റന്റ്, 120ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവ മഹാറാണിയിൽ ഒരുക്കിയിരിക്കുന്നു. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം മഹാറാണി വെഡിംഗ് കളക്ഷൻസിൽ ആഫ്റ്റർ തെറാവി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി പെരുന്നാൾ വരെ രാത്രി 11 മണി വരെ ഷോറൂം തുറന്ന് പ്രവർത്തിക്കും. ഏവരെയും മഹാറാണി ആഫ്റ്റർ തെറാവി ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൃഷിയും ജീവിതത്തിന്റെ ഭാഗമാക്കി ഇടുക്കി ക്രൈംബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ. ജോലി പോലീസിലാണെങ്കിലും കാർഷിക രംഗത്തും തന്റെ ആത്മാർത്ഥതയും കരുത്തും തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം മടിയൂർ സ്വദേശി OE മുഹമ്മദ്. BBC കോതമംഗലം പ്രതിനിധി ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജോലി പോലീസിലാണെങ്കിലും കാർഷിക രംഗത്തും തന്റെ ആത്മാർത്ഥതയും കരുത്തും തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം മടിയൂർ സ്വദേശി OE മുഹമ്മദ്. ഇടുക്കി ക്രൈംബ്രാഞ്ച് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ പല്ലാരിമംഗലം മടിയൂർ ഓലിക്ക മോഡൽ OE മുഹമ്മദിന്റെ പുരയിടം വ്യത്യസ്തങ്ങളായ കാർഷിക വിളകളാൽ സമ്പന്നമാണ്. തണ്ണിമത്തൻ, റംബൂട്ടാൻ, വിയറ്റ്നാം മേർലി ഇനം പ്ലാവ് എന്നീ കാർഷിക വിളകൾ, പച്ചക്കറികൾ എന്നിവ വിജയകരമായി കൃഷി ചെയ്യുന്നു. ഇതോടൊപ്പം തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ എന്നിവ പരിപാലിച്ച് സന്തോഷം കണ്ടെത്തുകയാണ് കാക്കിക്കുള്ളിലെ ഈ കർഷകൻ. സാമ്പത്തിക നേട്ടത്തിലുപരി വിളവെടുപ്പ് സമയത്തെ സന്തോഷവും കാർഷിക മേഖലയിലെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ ഘട്ടങ്ങളിലെയും വ്യത്യാസവും നൽകുന്ന മാനസിക ഉല്ലാസം പരിപാവനമാണെന്നതും മുഹമ്മദ് പോലീസ് ആഘോഷമാക്കുന്നു. സ്വന്തമായിട്ടുള്ള 70 സെന്റ് സ്ഥലത്തും സുഹൃത്തുക്കളുടെ സ്ഥലം പാട്ടത്തിനെടുത്തും മുഹമ്മദ് പോലീസ് കൃഷി ഇറക്കുന്നു. പരമ്പരാഗത കർഷക കുടുംബമായ കലാംപൂർ കുഞ്ചാട്ട് അൻസിയാണ് ഭാര്യ. ഭാര്യയ്ക്കൊപ്പം കൊച്ചുമക്കളായ അംന, അമാൻ, അസ്ലഹ എന്നിവരും കൃഷി ആരംഭിക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ പരിപാലനത്തിനായി ഒപ്പമുണ്ട്. കുട്ടികളെ ജനനം മുതൽ ശ്രദ്ധിക്കുന്നത് പോലെ കാർഷിക വിളകളെയും പരിഗണിച്ചാൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന വിളവ് ലഭിക്കുകയുള്ളൂവെന്ന് മുഹമ്മദ് പറഞ്ഞു. വ്യത്യസ്തങ്ങളായ വിവിധ കൃഷിയിലൂടെ ശ്രദ്ധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷിയും പരീക്ഷിച്ചത്.
തേനീച്ച, മീൻ വളർത്തൽ, വിവിധ ഫലവൃക്ഷങ്ങൾ, പച്ചക്കറികൾ എന്നിവ വൻതോതിൽ കൃഷി ചെയ്ത് മികവ് തെളിയിച്ച ആളാണ് മുഹമ്മദ്. തന്റെ ഔദ്യോഗിക ജോലിക്കിടയിൽ ലഭിക്കുന്ന ഇടവേളകളാണ് മുഹമ്മദ് കൃഷി പരിപാലനത്തിനായി മാറ്റിവെക്കുന്നത്. കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അടുത്തിടെ റിട്ടയർ ചെയ്ത DGP മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഭാര്യയും മക്കളും തോളോടൊപ്പം നിന്ന് സഹായിക്കുന്നതും തന്റെ കാർഷിക രംഗത്തെ വിജയത്തിന് കാരണമാകുന്നുവെന്ന് മുഹമ്മദ് BBC ന്യൂസിനോട് പറഞ്ഞു. ഒഴിവു സമയം കൃഷിയാണ് ഫുൾ ടൈം ചെയ്യുന്നത്. വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ഉഷ്ണകാലമൊക്കെ കാരണം തണ്ണിമത്തൻ കൃഷി ചെയ്തത്. വെറൈറ്റി തണ്ണിമത്തൻ ചെയ്തു. പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ചെയ്തത് വൻ വിജയമാണ്. കുറച്ചുകൂടി കൃഷി വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. നിലവിൽ തേനീച്ച, റംബുട്ടാൻ, മീൻ, പ്ലാവ്, പച്ചക്കറി, വാഴ എല്ലാ വെറൈറ്റിയും ചെയ്യുന്നുണ്ട്. ആദ്യം കൊണ്ടാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. ചെയ്തിടത്തോളം കൃഷി വൻ വിജയമാണ്. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി വ്യാപകമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. കിരൺ, മൃദുല എന്നീ ഇനങ്ങളിൽപ്പെട്ട തണ്ണിമത്തൻ കൃഷിയാണ് പുരയിടത്തിൽ നടത്തിയത്. തണ്ണിമത്തൻ കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറിയും കൂത്താട്ടുകുളം മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാനുമായ EK ശിവൻ നിർവഹിച്ചു. പല്ലാരിമംഗലം കൃഷി ഓഫീസർ EM മനോജ്, വില്ലേജ് അസിസ്റ്റന്റ് VM റസാഖ്, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി MS അലിയാർ, ലത്തീഫ് കുഞ്ചാട്ട്, OM ഹസൻ, വിൽസൺ ജേക്കബ്, കർഷകൻ OE മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ അവഗണന. നെല്ലിക്കുഴി പഞ്ചായത്തിൽ 11-ാം വാർഡിൽ നെല്ലിക്കുഴി ഹൈസ്കൂളിന് തൊട്ടുതാഴെ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള വികലാംഗർ ഉൾപ്പെടെയുള്ള നിരവധി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് മുകളിലേക്ക് ഹൈസ്കൂളിന്റെ കരിങ്കല്ല് കെട്ടും മണ്ണും ഇടിഞ്ഞ് ബസ്സിനും കെട്ടിടത്തിനും കേടുപാടുകൾ പറ്റിയിട്ട് 1 വർഷത്തോളമായിട്ടും സ്കൂൾ മതിൽ പുനഃസ്ഥാപിക്കാനോ കെട്ടിടത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ലെന്ന് പരാതി. മാനസിക വെല്ലുവിളി നിറഞ്ഞവരോട് ഇങ്ങനെ പെരുമാറുന്ന ആളുകൾ സാധാരണ ജനത്തോട് എങ്ങനെയായിരിക്കും പെരുമാറുകയെന്നും അവർ കൂട്ടിച്ചേർത്തു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ അവഗണന. നെല്ലിക്കുഴി പഞ്ചായത്തിൽ 11-ാം വാർഡിൽ നെല്ലിക്കുഴി ഹൈസ്കൂളിന് തൊട്ടു താഴെയായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള വികലാംഗർ ഉൾപ്പെടെയുള്ള നിരവധി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് മുകളിലേക്ക് ഹൈസ്കൂളിന്റെ കരിങ്കല്ല് കെട്ടും മണ്ണും ഇടിഞ്ഞു വീണ് ബഡ് സ്കൂളിലെ ബസ്സിനും കെട്ടിടത്തിനും കേടുപാടുകൾ പറ്റിയിട്ട് 1 വർഷത്തോളമായിട്ടും സ്കൂൾ മതിൽ പുനഃസ്ഥാപിക്കാനോ കെട്ടിടത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് പരാതി. ദയ്യാം ബഡ് സ്കൂളിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിലേക്ക് സ്കൂൾ വാഹനം പ്രവേശിക്കാനുള്ള യാതൊരു സൗകര്യവും ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഉണ്ടായിട്ടില്ല. വികലാംഗരായ പല കുട്ടികളെയും രക്ഷകർത്താക്കളും സ്കൂളിലെ ടീച്ചറും ആയയും ചേർന്ന് പലപ്പോഴും തോളിൽ ചുമന്നാണ് പുതിയ സ്കൂൾ കെട്ടിടത്തിൽ എത്തിക്കുന്നത്. നാളുകളായുള്ള പ്രശ്നത്തിന് നാളിതുവരെ പരിഹാരമായിട്ടില്ല എന്ന് പൊതുപ്രവർത്തകനായ അലി പടിഞ്ഞാറച്ചാലിൽ ആരോപിച്ചു. ഏതാണ്ട് 1 വർഷം മുമ്പ് പെയ്ത മഴയത്ത് ഈ ഹൈസ്കൂളിൻ്റെ മതിലെല്ലാം ഇടിഞ്ഞു ചാടി ഇവിടെ കിടന്നിരുന്ന ബസ് ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചു. ആ ബസ്സിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ മേളിൽ കിടക്കുന്നുണ്ട്. ആ വഴിക്കാണ് കിടക്കുന്നത്. മേളിലാണ് ഇപ്പോൾ നിലവിൽ സ്കൂള് ഇവിടെ നിന്നും അപ്പുറമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. ഇവിടെ 60ഓളം കുട്ടികൾ പഠിക്കുന്നതിൽ ഏതാണ്ട് പകുതിയോളം കുട്ടികൾ നടക്കാൻ വയ്യാത്ത രീതിയിലുള്ള കുട്ടികളാണ്. അവരെ ഈ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് ഏതാണ്ട് 200 മീറ്ററോളം അവരെ എടുത്തുകൊണ്ടാണ് അവരുടെ പേരൻസും അധ്യാപകരും എല്ലാവരും കൂടി എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്ന ഒരവസ്ഥയാണ്. അധികൃതരുടെ ഭാഗത്തുനിന്ന് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു സമീപനമാണ് ഇതുവരെ കണ്ടുവരുന്നത്. നെല്ലിക്കുഴി ബഡ് സ്കൂളിന് വേണ്ടി 2011 ലഭിച്ച ബസ് റോഡരികിൽ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. 12 വർഷം മാത്രം പഴക്കമുള്ള നിസ്സാര കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം ഖണ്ഡം ചെയ്യാനുള്ള കാലാവധി പോലുമാകാതെ ബസ് പഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥ മൂലം വെയിലും മഴയും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ബസിന്റെ പല ഉപകരണങ്ങളും സാമൂഹ്യ വിരുദ്ധർ അഴിച്ചെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിരിക്കുന്നു. MK മുനീർ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ദയ്യാം ബഡ് സ്കൂളിന് വേണ്ടി നെല്ലിക്കുഴി പഞ്ചായത്ത് ഭരണസമിതിക്ക് കൈമാറിയതാണ് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം. ഈ ബസ് സ്കൂളിന് വേണ്ടി ലഭിക്കുന്ന കാലഘട്ടത്തിൽ അശമന്നൂർ പഞ്ചായത്തിനടക്കം സംസ്ഥാനത്തെ നിരവധി സ്ഥാപനങ്ങൾക്ക് ബസ് കൈമാറിയിരുന്നു. അവയെല്ലാം 4 ലക്ഷം കിലോമീറ്റർ പിന്നിട്ടിട്ടും വളരെ സുഗമമായി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1.5 ലക്ഷം കിലോമീറ്റർ പോലുമാകാത്ത വാഹനം വെറുതെ ഇട്ട് നശിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി ജില്ലാ ചെറുകിട വ്യവസായ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും അവാർഡ് ജേതാക്കളെ ആദരിക്കലും നടത്തി. ആദം സ്റ്റാറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ മികച്ച മുനിസിപ്പാലിറ്റിയെ തിരഞ്ഞെടുത്ത തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെ പൊന്നാടി അണിയിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബ്രഹാം കുര്യാക്കോസ് ആദരിച്ചു. കൂടാതെ ജില്ലയിലെ മികച്ച കയറ്റുമതി യൂണിറ്റിനുള്ള അവാർഡ് സിഗ്നേച്ചർ ഫോംസ് ഉടമ സ്കറിയയും
മികച്ച ചെറുകിട യൂണിറ്റിനുള്ള അവാർഡ് തരണയിൽ ഓയിൽ മിൽസ് ഉടമ TC രാജു തരണയിലിനും നൽകി. ഇടുക്കി ജില്ലാ വ്യവസായ വകുപ്പ് ജനറൽ മാനേജറായി പുതിയതായി ചാർജ് എടുത്ത ലിസിയമ്മ സാമുവലിനെയും ജില്ലാ പ്രസിഡന്റ് ആദരിച്ചു. ഇടുക്കി ജില്ലാ ചെറുകിട വ്യവസായി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും അവാർഡ് ജേതാക്കളെ ആദരിക്കലും നടത്തി. ആദം സ്റ്റാറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഇടുക്കി ജില്ലയിലെ മികച്ച മുനിസിപ്പാലിറ്റിയെ തിരഞ്ഞെടുത്ത തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനെ പൊന്നാടി അണിയിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബ്രഹാം കുര്യാക്കോസ് ആദരിച്ചു. കൂടാതെ ജില്ലയിലെ മികച്ച കയറ്റുമതി യൂണിറ്റിനുള്ള അവാർഡ് സിഗ്നേച്ചർ ഫോംസ് ഉടമ സ്കറിയയ്ക്കും മികച്ച ചെറുകിട യൂണിറ്റിനുള്ള അവാർഡ് തരണയിൽ ഓയിൽ മിൽസ് ഉടമ TC രാജു തരണയിലിനും നൽകി. ഇടുക്കി ജില്ലാ വ്യവസായ വകുപ്പ് ജനറൽ മാനേജറായി പുതുതായി ചാർജ് എടുത്ത ലിസിയമ്മ സാമുവലിനെയും ജില്ലാ പ്രസിഡന്റ് ആദരിച്ചു. വ്യവസായ സംരംഭ വർഷത്തിൽ തന്നെ ഇടുക്കി ജില്ലയ്ക്ക് ലഭിച്ച അവാർഡ് ജില്ലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും വ്യവസായ മേഖലയിലെ കുതിച്ചുചാട്ടത്തിനും വഴിയൊരുക്കുമെന്ന് പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ടാർജറ്റിനേക്കാൾ 60% വർധനവ് നേടിയെടുക്കുന്നതിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചത് വലിയ നേട്ടമായി കാണുന്നു. ഇതുവഴി ധാരാളം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുവാനും സാധിച്ചതായി മറുപടി പ്രസംഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു. വ്യവസായികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എല്ലാവിധ സഹായവും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇടുക്കി ജില്ലയിൽ വ്യാവസായിക രംഗത്തെ മുരടിപ്പ് മാറ്റുന്നതിനും വരും വർഷങ്ങളിൽ ജില്ലയെ കേരളത്തിലെ മികച്ച ജില്ലയായി ഉയർത്തുമെന്നും ലിസിയമ്മ സാമുവൽ തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. കൂടാതെ വ്യവസായികൾ നേരിടുന്ന ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം പരിഹാരം കാണുന്നതിനും തന്റെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകുമെന്നും യോഗത്തിൽ ഉറപ്പു നൽകി. യോഗത്തിൽ സെൻട്രൽ സോൺ സെക്രട്ടറി ജയകൃഷ്ണൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി റെജി വർഗീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് നടപ്പാക്കുന്ന കാരുണ്യസ്പർശം 2024 പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടും അടിവാട് ടൗണിലെ ചുമട്ടുതൊഴിലാളികൾക്ക് റംസാൻ വിഷു ആഘോഷങ്ങൾക്കായി പുതിയ വസ്ത്രങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമാണ് കാരുണ്യസ്പർശം 2024 തുടക്കമിട്ടിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം അടിവാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് നടപ്പാക്കുന്ന കാരുണ്യസ്പർശം 2024 പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടും അടിവാട് ടൗണിലെ ചുമട്ടുതൊഴിലാളികൾക്ക് റംസാൻ വിഷു ആഘോഷങ്ങൾക്കായി പുതിയ വസ്ത്രങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമാണ് കാരുണ്യസ്പർശം 2024 തുടക്കമായിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം അടിവാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ നിർവഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് ട്രേഡ് യൂണിയൻ സംവിധാനത്തിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് വ്യാപാരികളുടെ ഒരു സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് വിഷു റംസാൻ പ്രമാണിച്ചുകൊണ്ട് പുതുവസ്ത്രം നൽകുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് പ്രദേശത്ത് താമസിക്കുന്ന ഒരു നിർധനും രോഗിയുമായ സ്നേഹിതന് പുതിയ വീട് പണിത് കൊടുക്കുന്നതിനുള്ള കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ആ ഫണ്ട് നൽകിക്കൊണ്ടാണ് ഞങ്ങളിവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. യൂണിറ്റ് സെക്രട്ടറി MA ഷെറു, ട്രഷറർ KJ ജോസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷംജൽ, CH സിദ്ദിഖ്, മുഹമ്മദ് അലി ഫൈസി, MM അബ്ദുൾ റഹ്മാൻ, ഉമ്മർ ആക്കട, ഷാഫി മംഗലത്ത്, ഉമ്മർ കുഞ്ചാട്ട്, MA അബ്ദുൾ ഖാദർ, മിമി കവല, മാഹുൽ MA, TC അഷറഫ്, അൻവർ JK, ഉവൈസ് മുക്കട തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള സാമഗ്രികൾ, ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്കുമുള്ള സഹായങ്ങൾ, ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം, പ്ലാസ്റ്റിക് ബോധവൽക്കരണവും തുണിസഞ്ചികളുടെ വിതരണവും, നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം തുടങ്ങിയ പദ്ധതികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് നടപ്പാക്കി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ണപ്പുറം പഞ്ചായത്തിലെ കമ്പകക്കാനം മുണ്ടൻമുടി മേഖലയിൽ ഡെങ്കിപ്പനി പടരുമ്പോഴും പഞ്ചായത്തും ആരോഗ്യ വകുപ്പും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. റോഡ് വക്കിൽ തള്ളുന്ന മാലിന്യങ്ങൾ അഴുകി ജലസ്രോതസ്സിലേക്ക് എത്തുന്നതാണ് രോഗം പടരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി പേർ വിവിധ രോഗങ്ങൾ ബാധിച്ച് വണ്ണപ്പുറം ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി.
ഇതിൻ്റെ രോഗം എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ആശുപത്രി ചെന്നിട്ടും അവർ പറഞ്ഞിട്ടില്ല സംഭവം എന്നാണ്. ആ നിലയിൽ കരോട്ടുനിന്ന് വരുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊന്നും അവിടെ വീടിൻ്റെ മുറ്റത്ത് പോലും ഈ പുള്ളിയുടെയൊക്കെ ആ ചേട്ടൻ്റെയൊക്കെ വീടിൻ്റെ മുറ്റത്തോട്ടാണ് ഒഴുകി ചെയ്യുന്നത്. വേസ്റ്റ് ഒഴുകി വരുന്നു. കുടിവെള്ളത്തിനും ഭീഷണി ആയിട്ടുണ്ട് അവിടെ. അതെ, പിന്നെ ഇത് തടയാൻ നോക്കിയാൽ ഇവിടെ പഞ്ചായത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത അവര് വളരെ നിഷ്ക്രിയമായിട്ടുള്ള ഒരു പ്രവർത്തനം അവർ നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ ഡീൻ കുര്യാക്കോസ് സ്ഥാനാർത്ഥി പര്യടനവുമായി എത്തിയപ്പോൾ ആവേശമുണർത്തുന്ന സ്വീകരണമാണ് എവിടെയും ലഭിച്ചത്. മണക്കാട് നിന്നും ആരംഭിച്ച പര്യടനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ആത്മാർത്ഥ ശ്രമം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി LDF ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. തൊടുപുഴയിൽ ഉത്സവം 6 ദിവസം പിന്നിടുമ്പോൾ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ക്ഷേത്ര നഗരിയിൽ. ഭഗവാന്റെ ഒരു നേരത്തെ പ്രസാദം കഴിക്കുവാൻ ഉച്ചയ്ക്കും രാത്രിയിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. കേരള സ്റ്റോറി മുസ്ലിം വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, കേരള വിരുദ്ധ സിനിമയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഈ സിനിമ യാതൊരുവിധ കലാമേന്മയില്ലാത്ത ചവറാണെന്നും ഇടുക്കിയിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കൃഷിയും ജീവിതത്തിന്റെ ഭാഗമാക്കി ഇടുക്കി ക്രൈംബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ. ജോലി പോലീസിലാണെങ്കിലും കാർഷിക രംഗത്തും തന്റെ ആത്മാർത്ഥതയും കരുത്തും തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം മടിയൂർ സ്വദേശി OE മുഹമ്മദ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.